എന്റെ പൊന്നാങ്ങളയുടെ കല്യാണത്തലേന്ന് നമ്മളൊരു ഗ്രൂം ടു ബി നടത്തിട്ടോ. പ്ലാനിങ് ഒക്കെ അതിഭീകര പ്ലാനിങ് ആയിരുന്നു. ലാസ്റ്റ് നടന്നത് ഈ കേക്ക് മുറി മാത്രമാണ് കേട്ടോ. ബാക്കി എല്ലാം അലമ്പായി. കേക്ക് കൊണ്ടുവന്നപ്പോ തന്നെ നിവി പറഞ്ഞു ഹാപ്പി ഹാപ്പി എന്ന് പറഞ്ഞിട്ട് അവന്റെ വിചാരം ഹാപ്പി ബർത്ത്ഡേ നടന്നു കേട്ടോ. അവൻ ഓടി കയറി സ്റ്റേജിലൊക്കെ കയറി അവിടെ സെറ്റ് ആയിരിക്കുകയാണ്. ഇവനെ കൺട്രോൾ ചെയ്യാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായി പോയി. പിന്നെ അപ്പോഴേക്കും നിതിന് വന്നിട്ട് ഗ്രൂം ടു ബീന്റെ ടാഗൊക്കെ ഇട്ടുകൊടുത്തു. ഇവന് ഭയങ്കര നാണാട്ടോ, ഇവനിതൊന്നും നിന്ന് തരില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കായിരുന്നു. പിന്നെ ഈ കണ്ണടയൊക്കെ വെച്ചുകൊടുത്തപ്പോ അതിമ മീശ ഉണ്ട്, അത് വെക്കാൻ അവന് നാണം, അങ്ങനെ കുറെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് വെക്കണോന്ന് അത് എടുത്ത് കളാന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ നിർബന്ധിച്ച് അതൊക്കെ ചെയ്യിപ്പിച്ചു കേട്ടോ. അവര് ഭയങ്കര നാണക്കാരനാണേ. പിന്നെ സ്റ്റേജിലോട്ടൊക്കെ കയറി എങ്ങനെയൊക്കെയോ മസിലൊക്കെ പിടിച്ച് കയറിയിട്ടോ. എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ വളരെ കൂളാണെന്നുള്ള രീതിയിലാണ് അവൻ പോണത്. പക്ഷെ അവൻ നല്ല ടെൻഷനൊക്കെ ഉണ്ട്. അങ്ങനെ ശ്വാസമൊക്കെ പിടിച്ച് ഭയങ്കര ബുദ്ധിമുട്ട് അവിടെ ഇരിക്കുകയാണ്. നമ്മളെല്ലാരും നോക്കുന്നുണ്ട്. ഇത് തന്നെയാണ് അവന് ഭയങ്കര നാണത്തിന് കാരണം. നമ്മള് പ്രൈവറ്റ് ആയിട്ട് ചെറിയൊരു പരിപാടി നടത്താമെന്ന് വിചാരിച്ചത്. പിന്നെ എല്ലാരും ഉണ്ടായിരുന്നു. പരിപാടി പ്ലാൻ ചെയ്യാനും പറയാനും എല്ലാവർക്കും 100 നാവും 100 കൈയൊക്കെ ആയിരുന്നു. ഒരു പരിപാടിയിലോട്ട് വന്നപ്പോ ഒരൊറ്റൊരെണ്ണം അനങ്ങുന്നില്ല. നാണുമാനില്ലാത്ത ഞാൻ മാത്രം മുന്നോട്ട് ഇറങ്ങി ചെയ്തു കേട്ടോ. ഒരൊറ്റ എണ്ണത്തിനും വിളിച്ചിട്ടും വരുന്നില്ല. ലാസ്റ്റ് എങ്ങനെയൊക്കെയോ എല്ലാത്തിനെയും പൊക്കിപ്പിടിച്ച് എല്ലാരും വന്നു കേട്ടോ. എല്ലാരും സ്റ്റേജിൽ കയറി. പിന്നെ നമ്മള് കേക്കൊക്കെ മുറിച്ചു. കാര്യമായിട്ട് പരിപാടി ഒന്നും ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് കേക്ക് മുറി മാത്രമായിരുന്നു. കേക്ക് മുറിക്കുന്നത് വരെ നിവീനെ കൺട്രോൾ ചെയ്യാൻ നല്ല പാടായിരുന്നു കേട്ടോ. അവനിങ്ങനെ കേക്ക് ഇങ്ങനെ തൊടുക വേണം, അവന് ഇങ്ങനെ തിന്നണം. കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അവനെ കൺട്രോൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടി. പിന്നെ ഞങ്ങള് വേഗം പെട്ടെന്ന് തീരുമാനിച്ചിട്ട് പെട്ടെന്ന് കേക്ക് ഒക്കെ കട്ട് ചെയ്തു കേട്ടോ. പ്ലാനിങ്ങിന്റെ മികവ് കൊണ്ട് തന്നെ എന്താ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഒരു ധാരണ ഉണ്ടായിരുന്നില്ല കേട്ടോ. ലാസ്റ്റ് നിവി കേക്ക് തോണ്ടി തിന്നുമ്പോ നമുക്ക് മനസ്സിലായി ഓക്കെ ഫസ്റ്റ് കേക്ക് തന്നെ കട്ട് ചെയ്യാന്ന്. അങ്ങനെ വേഗം കേക്ക് കട്ട് ചെയ്തു കേട്ടോ. കേക്കൊക്കെ കട്ട് ചെയ്ത് നമുക്ക് എല്ലാവർക്കും അവൻ തന്നു. സ്റ്റേജിലുള്ള എല്ലാവർക്കും കൊടുത്തു. പിന്നെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേക്ക്. അപ്പൊ സ്റ്റേജിലുള്ള എല്ലാവരും കേക്കൊക്കെ കഴിച്ചു കേട്ടോ. ഇനി ബാക്കിയുള്ളവർക്ക് എങ്ങനെ കേക്ക് കൊടുക്കാം, ഇവിടുന്ന് കട്ട് ചെയ്ത് കൊടുക്കാം എന്നൊക്കെ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് അകത്ത് പോയിട്ട് കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും കൊടുക്കാറുണ്ട്. ഞാൻ കേക്കും കൊണ്ട് പോകുമ്പോൾ ഇതിന്റെ ഫ്രണ്ട്സ് കേക്കും കൊണ്ട് പോരുത്, ഞങ്ങൾക്ക് വേണം പോരുത് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പിടിച്ചൊക്കെയായിരുന്നു. ലാസ്റ്റ് കട്ട് ചെയ്തിട്ട് കൊണ്ടുതരാന്ന് പറഞ്ഞപ്പോ അവർ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് വിട്ടു. പിന്നെ എല്ലാവർക്കും കേക്കൊക്കെ കൊണ്ടുവന്ന് അവർ കേക്കൊക്കെ തിന്ന് കഴിഞ്ഞു കേട്ടോ. പിന്നെ നിതിന്റെ ഫ്രണ്ട്സിന്റെ വക നല്ലൊരു പാട്ട് കച്ചേരി ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നേ. ഇതിലും വലുത് എനിക്കൊന്നും ഇനി കിട്ടാനില്ല എന്നും പറഞ്ഞിട്ട് ലാസ്റ്റ് നിതിനും പോയിട്ടോ.